السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. ബഹുമാനമുള്ള അൽഫിയ വഫത്തുഹമീൻ സബക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ, പഠിതാക്കളായ സഹോദരിമാർ, മറ്റ് മസ്അലകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാർ, വേണ്ടപ്പെട്ടവരെ, നാം ഫത്ഹുൽ മുഈനിന്റെ കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വുളൂഇന്റെ സുന്നത്തുകളെ കുറിച്ചായിരുന്നു. അതിൽ മിസ്വാക്കിനെ കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തത്. ആ ഭാഗം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് മിസ്വാക്ക് കഴിഞ്ഞാൽ പിന്നെ മുൻകൈ കഴുകല്, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതിന് ശേഷമുള്ളത് ഫമദ്മദത്തും ഫസ്തിൻഷാഖുൻ, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക. മദ്മദത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുക. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇതാണ് മൂന്നാമത്തത്. ഇതാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അപ്പോൾ സിവാക്കിന് ശേഷം സുന്നത്തായിട്ട് വരുന്നത് മദ്മദത്താണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചു, അത് മുൻകൈ കഴുകല്, പിന്നെ മിസ്വാക്കാണ്. മിസ്വാക്കിന് ശേഷം മദ്മദത്താണ്, പിന്നെ ഇസ്തിൻഷാക്കാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചെയ്യേണ്ടതാണെന്ന് നമുക്കിനി അത് പറഞ്ഞുതരും. ഇവിടെ ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ഫാ കൊണ്ട് ആണ് അവിടെ അത്ഫ് ചെയ്തത്. അത് തർത്തീബിനെയാണ് ഫായിദപ്പിക്കുക എന്നൊക്കെ നമുക്ക് നഹ്വിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം ഈ മദ്മദത്തുൻ എന്ന് പറഞ്ഞ ഫാ തർത്തീബിനാണ്. അപ്പൊ മിസ്വാക്ക് പിന്നെ മദ്മദത്താണ് എന്ന ആ തർത്തീബ്, ആ പറഞ്ഞ ഇബാറത്തിന്റെ ഫാ എന്ന് പറഞ്ഞ ആ ലഫ് കൊണ്ടുവന്നതിൽ നിന്നും, ആ ഹർഫ് കൊണ്ടുവന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ്. അപ്പൊ പിന്നെ അതിന്റെ അടുക്കല് പിന്നെ ഫമദ്മദത്തുൻ ഫസ്തിൻഷാഖുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഫ എന്ന് പറഞ്ഞാൽ രണ്ടും ജംഅ് ചെയ്യേണ്ടുന്ന ഒരു രീതിയാണ് സുന്നത്തുള്ളത്. പക്ഷെ ഇങ്ങനെ ഫമദ്മദത്തുൻ ഫസ്തിൻഷാഖുൻ, വെള്ളം കയറ്റിച്ചിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുക, പിന്നെ ഇസ്തിൻഷാഖ് എന്ന് ഫാക്ക് നമുക്ക് അർത്ഥം പോലും തോന്നിപ്പോവും. പക്ഷെ ആ ഫാന്റെ അവിടെ ആ അർത്ഥം ഇല്ല. അത് ജംഅ് ചെയ്യാനുള്ള അർത്ഥത്തിലേക്ക് സൂചന നൽകുന്നു എന്ന് നമുക്ക് നഹ്വിൽ ഫാനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു, അല്ലെ? അങ്ങനെയാണ്. അപ്പോ മദ്മദത്തും ഇസ്തിൻഷാഖും ഒക്കെ വേണം, അത് സുന്നത്താണ് എന്ന് വന്നത് അത് എവിടുന്നാണ് ഇത് സുന്നത്താണെന്ന് കിട്ടിയത്? ലിൽ ഇത്തിബാഇ, പ്രവാചക ചര്യ പിൻപറ്റിയതിന് വേണ്ടി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അങ്ങനെയാണ്, പ്രവാചകൻ അങ്ങനെയാണ് വുളൂ ചെയ്തിരുന്നത് എന്ന്. ഇതെടുത്ത് എല്ലാ സ്ഥലങ്ങളിലും ലിൽ ഇത്തിബാഇ എന്ന് പറയാറില്ല. എന്നാ പിന്നെ ഇവിടെ ലിൽ ഇത്തിബാഇ എന്ന് എടുത്തു പറഞ്ഞാലുള്ള കാരണം, ഇതില് ഈ സ്ഥലത്തില് പിന്നെ ഇമാം അഹ്മദ് തങ്ങളും അതുപോലെ തന്നെ മറ്റ് ചില മദ്ഹബിന്റെ, അതായത് മദ്ഹബിന്റെ ഇമാമുകളുടെ അഭിപ്രായത്തില് വുജൂബാണ് എന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. ഏത് വുജൂബാണ്? ഇസ്തിൻഷാഖും മദ്മദത്തും വുജൂബാണ്. അപ്പൊ ആ വുജൂബാണ് എന്നുള്ള അഭിപ്രായത്തില് ഇവിടെ നമ്മൾ സുന്നത്തായിട്ടാണ് എണ്ണിയത്. അപ്പൊ അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. ഇഖ്തിദാ ഉണ്ട്, ഇത്തിബാ രണ്ടാണ്. അതായത് ഇപ്പോ ഇഖ്തിദാ എന്ന് പറയുമ്പോ ആ വാക്ക് പ്രവൃത്തിയും ഉണ്ട്. ഇത്തിബാ എന്ന് പറയുമ്പോൾ വാക്ക് വന്നു, നാം അതിനെ പിൻപറ്റുന്നു എന്നാണ്. ഇങ്ങനെ അതിനെ ഫർക്കാക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത്തിബാവും ഇഖ്തിദാവും മുത്തറാദിഫായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രവാചക ചര്യ പിൻപറ്റിയതിന് വേണ്ടി എന്ന അർത്ഥമാണ്. പക്ഷെങ്കിൽ വുജൂബ് ഉണ്ട് എന്ന ഒരു അഭിപ്രായത്തെ അതിൽ നിന്നും, ആ അഭിപ്രായത്തിൽ നിന്നും ആ തുഹമത്ത് തട്ടാനാണ് ഇത്തിബാ എന്ന് കൊടുത്തത് എന്ന് ഷുറൂഹിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. അഖല്ലുഹുമ, ഈ ഇസ്തിൻഷാഖും മദ്മദത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? ഈസാലുൽ മാഇ ഇലൽ ഫമി വൽ അംഫി, വെള്ളത്തെ മൂക്കിലേക്കും അതുപോലെ തന്നെ വായിലേക്കും ചേർത്താൽ തന്നെ എന്ത് കിട്ടി? അതിന്റെ സുന്നത്ത്, അസ്ലു സുന്നത്ത് കരസ്ഥമായി. എന്നാൽ പിന്നെ അതിന്റെ പരിപൂർണത കിട്ടണമെങ്കിൽ എന്തു വേണം? വെള്ളം വായിലേക്ക് ഇടുകയും ആ വായിൽ അതിനെ പിന്നെ റൗണ്ട് അടിപ്പിക്കുക, ഇദാറ ചെയ്യുക എന്ന് പറയും. ഇദാറ ചെയ്തിട്ട് അത് വായയിലും തട്ടണം, നാവിലും തട്ടണം, പല്ലിലും തട്ടണം, പല്ലിന്റെ ഊനിലും തട്ടുന്ന രീതിയിൽ അതിനെ ഇദാറ ചെയ്യുക, ചുറ്റിപ്പിക്കുക. അതേപോലെ മൂക്കിലേക്ക് കയറ്റുമ്പോൾ അത് എവിടെ എത്തണം? ഹൈഷൂം, തരിമൂക്കിലേക്ക് വെള്ളം കയറ്റുക.
ഇങ്ങനെ ചെയ്യണം. അപ്പോഴാണ് അതിന്റെ പരിപൂർണത വരുന്നത്. അതല്ല വെള്ളം അവിടേക്ക് ചേർത്തിയാൽ തന്നെ അസ്ലു സുന്നത്തായ മളുമളത്തും ഇസ്തിൻഷാക്കും കിട്ടി എന്നാണ് നമുക്കിപ്പോ മുൻ പറഞ്ഞ ഇബാറത്തിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ വലാ ഇഷ്തറത്തു ഫി ഹുസൂലി അസ്ലു സുന്ന. അപ്പൊ അസ്ലു സുന്നത്ത്, സുന്നത്ത് അടിസ്ഥാനം, അതിന്റെ അടിത്തറ അസ്ലു സുന്നത്ത് കിട്ടണമെങ്കിൽ ബേസിക് അത് ഹാസിലാകുന്നതിൽ നിബന്ധന ഇല്ല. എന്ത് നിബന്ധന ഇല്ല? ഇദാറത്തുഹു, വെള്ളത്തെ ചുറ്റിപ്പിക്കല്. എവിടെ ചുറ്റിപ്പിക്കുക? ഫിൽ ഫമി, വായല്. പിന്നെന്തും വമജ്ജുഹു, ആ വെള്ളത്തെ തുപ്പുക, മിൻഹു, വായിൽ നിന്ന്. വനസുറുഹു മിനൽ അംഫി, മൂക്കിലേക്ക് അതിനെ വലിച്ചു കയറ്റുക. ഇതും ഇതില്ല, സുന്നത്തില്ല. നസർ പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുമല്ലോ, അപ്പൊ ആ വലിക്കലും ഇതില്ല, സുന്നത്ത് ഇല്ല. പക്ഷെ അതിന്റെ അസ്ലു സുന്നത്ത് കിട്ടാൻ, അപ്പോ അതിന്റെ പരിപൂർണത കിട്ടാനാണ് ഇതുള്ളത്. ഇന്നത്തെ ഇബാറത്തൊന്ന് വളരെ ശ്രദ്ധിക്കുക. ബൽ തുസന്നു, ബൽ എങ്കിലും, ഇങ്ങനെയൊക്കെയാണ് വിഷയമെങ്കിലും തുസന്നു എന്തുണ്ട്, ഇങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു. ഏതുപോലെ കൽ മുബാലഗത്തി, വുളൂഇല് മുബാലഗ ചെയ്യൽ സുന്നത്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ വുളൂ ചെയ്യുകയാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗൽ എന്താണ്? നിങ്ങള് ഇദാ തവല്ലഅത ഫബല്ല് ഫിൽ മളുമതി ഫബാല് എന്നുള്ള ഇബാറത്തുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതായത് വുളൂ ചെയ്യുകയാണെങ്കിൽ ഫബല്ല് ഫിൽ മളുമതി വൽ ഇസ്തിൻഷാക്കി ഫീ മാ ലം തകുൻ സ്വായിമൻ എന്നാണ്. നോമ്പുകാരനല്ലാത്തിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഇവിടങ്ങളിൽ എന്ത് വേണം? മുബാലക ചെയ്യണം എന്ന ഒരു സുന്നത്തും കൂടി അവിടെ ഉണ്ട്. അപ്പൊ മതത്തില് പിന്നെ മുബാലക കൊണ്ടുവരാന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ ഹൽക്കുണ്ടല്ല, അതില് ആ ഭാഗത്തേക്കെങ്കിലും വെള്ളം ചേർക്കുക എന്നാണ്. ഹൽക്കിലേക്കല്ല, ഹങ്കിലേക്ക്. ഹൽക്ക് നമ്മളെ കഴുത്തിന്റെ ഈ ഭാഗത്തുള്ള സ്ഥലമല്ലേ, അതിൽ നിന്നും നമ്മളെ മുകളിലേക്കുള്ള, അതായത് അണ്ണാക്കിന്റെ ഭാഗത്തേക്ക്, അതിന്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തേക്കും വെള്ളം ചേർക്കുക എന്നാണ്. അപ്പോ ഇത് രണ്ടിലും മുബാലക ചെയ്യണമെന്ന പ്രവാചക വചനമുണ്ട്. അപ്പൊ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്തുമാണ്. അതാണ് പറഞ്ഞത് ബൽ എന്നല്ല തുസന്നു, അത് സുന്നത്താണ്. ഏതുപോലെ കൽ മുബാലകത്ത് ഫീഹിമ, ഇവ രണ്ടിലും എന്ത് മുബാലകത്ത് ചെയ്യല് പോലെ, ആ മുബാലക ചെയ്യല് സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഏത് സുന്നത്താണ്? ഈ പറഞ്ഞ ഇസ്തിൻഷാക്കും മുളുമളത്തും ചെയ്യുന്നതില് ഈ പറഞ്ഞ ഇദാറയും ഈ പറയപ്പെട്ട കാര്യങ്ങളും, അതായത് പിന്നെ ബൽ തുസന്നു എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ ഈ പറയപ്പെട്ട മദ്കൂറാത്ത്, അതായത് ഇദാറ ചെയ്യല്, അതുപോലെ തന്നെ തുപ്പല്, മജ്ജ് ചെയ്യല്, നസർ ചെയ്യല്, ഇതൊക്കെയും സുന്നത്താണ്. ഈ മുബാലകത്ത് പോലെ ഇതൊക്കെയും സുന്നത്താണ് എന്ന് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഇബാറത്തിൽ ചെറിയ ഒരു വിഷയം ഇവിടെ ഉണ്ട് എന്ന് ഷറഹ് പറയാണ്. അതായത് ബൽ തുസന്നു എന്ന് ഇടണ്ട, അവിടെ അക്മലുഹുമ, ഇവിടെ പരിപൂർണത ഇങ്ങനെയാണ്. നമുക്ക് തോന്നുന്നുണ്ടല്ലോ, പരിപൂർണത ഇങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ആ ഇബാറത്തായിരുന്നു കുറച്ചുകൂടി നല്ലത്. അപ്പോ നോമ്പുകാരനല്ലാത്തവനിക്കാണ് ഈ മുബാലക സുന്നത്തുള്ളത്. അപ്പൊ അതും കൂടി ഇബാറത്തിന് കിട്ടണം. ഇബാറത്തിൽ നല്ല ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട സ്ഥലമായിട്ട് കാണവിടെ. അതായത് പിന്നെ മുഹ്ഷി പറയുന്നു, ഇവിടെ ഇബാറത്ത് ഇടുകയാണെങ്കിൽ ബൽ തുസന്നു എന്ന് പറയുന്നത് ബൽ അക്മലുഹുമ, ഇത് രണ്ടിൽ നിന്ന് ഏറ്റവും പരിപൂർണമായത് ഈ പറയപ്പെട്ട മദ്കൂറാത്തിനെ കൊണ്ടുവരലാണ്. ഏതുപോലെ കൽ മുബാലകത്ത് സുന്നത്തായതുപോലെ എന്ന് പറയലായിരുന്നു. പക്ഷെ പറഞ്ഞ ഇബാറത്ത് എന്താണ്? ബൽ എങ്കിലും തുസന്നു, ഈ പറഞ്ഞപ്പെട്ട മദ്കൂറാത്തായ ഇദാറയും മജ്ജും നസറും എന്താണ്? സുന്നത്താണ്, മുബാലകത്ത് പോലെ എന്ന് പറഞ്ഞു. അപ്പൊ മുബാലക ചെയ്യല് സുന്നത്താണ് എന്ന് വുളൂഇല് നമുക്ക് പിന്നെ ഹദീസ് പാഠം നൽകിയിട്ടുണ്ട്. ഫീമ എന്നാണ് ഇസ്തിൻഷാക്കിലും മളുമളത്തിലും. ലി മുഫ്തിരിൻ, ആർക്ക്? ലി മുഫ്തിരിൻ, നോമ്പുകാരൻ അല്ലാത്തവനിക്ക്. നോമ്പുകാരൻ അല്ലാത്ത മുഫ്തിർ, നോമ്പുകാരൻ അല്ലാത്തവനിക്ക് ഇവ രണ്ടിലും മുബാലകത്ത് ചെയ്യല് സുന്നത്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഈദാറയും മജ്ജും ഇതൊക്കെ ചെയ്യൽ ഏതാണ്? സുന്നത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ സായിം ആണെങ്കിലോ, നോമ്പുകാരനാണെങ്കിലോ സുന്നത്തില്ല. ആ മുഫ്തിർ എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ അല്ലാതിരിക്കുക, ആ ആൾക്കാണല്ലോ മുഫ്തിർ. അപ്പൊ നോമ്പുകാരൻ അല്ലാത്ത ആൾക്ക് ഈ ഇസ്തിൻഷാക്കിലും മളുമളത്തിലും മുബാലക ചെയ്യല് സുന്നത്തായതുപോലെ തന്നെ ഇദാറ ചെയ്യലും അതുപോലെ തന്നെ മജ്ജ് ചെയ്യലും നസ്ർ ചെയ്യലും സുന്നത്താണ് എന്ന ഇബാറത്തിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം.
പക്ഷെ എങ്കിലും ആ ഇബാറത്തിന്റെ ശൈലിയിൽ ഒരു മുഹ്ഷിയുടെ ഒരു അഭിപ്രായം എന്താണ് അക്മൽ എന്ന് കൊണ്ടുവരലായിരുന്നു എന്ന് ഷറഹിൽ കാണുന്നുണ്ട്. രണ്ടാണെങ്കിലും ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇബാറത്തിൽ നിന്നും ഇൻഷാ അല്ലാഹ്. അപ്പോ രണ്ടും പിന്നെ അതാണ് പറഞ്ഞത്. ഇത് രണ്ടും ചെയ്യലിന്റെ മേൽ കൽപ്പന ഉണ്ടായതിന് വേണ്ടി അതല്ലേ രണ്ട് ഇബാറത്തിൽ ലിൽ അംറി ബിഹ എന്താണ് മുബാലകത്ത് കൊണ്ടുള്ള അമ്ര ഉണ്ടായതിന് വേണ്ടി, അതായത് മുബാലക ചെയ്യണം എന്നതുകൊണ്ടുള്ള അമ്ര വന്നിട്ടുണ്ട്, കൽപ്പന ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് വന്നതെന്ന് പിന്നെ ഷറഹിൽ പറയുന്നു. ഫി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തവല്ലഅത ഫബ്ലഗ് ഫിൽ മദ്മദതി വൽ ഇസ്തിൻഷാഖി ഫി മാ ലം തകുൻ സ്വായിമൻ എന്നാണ്. നോമ്പുകാരനല്ലാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ നോമ്പുകാരനല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ. അപ്പൊ വിഷയം എന്താണ്? ഇസ്തിൻഷാഖും മദ്മദത്തും സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒന്നുകൂടി വയുസന്നു ജംഉഹുമ, ഈ ഇസ്തിൻഷാഖിനെയും അതുപോലെ മദ്മദത്തിനെയും ജംഅ് ചെയ്യൽ സുന്നത്താണ്. വയുസന്നു ജംഉഹുമ, ഇസ്തിൻഷാഖിനെയും അതുപോലെ തന്നെ മദ്മദത്തിനെയും ജംഅ് ചെയ്യൽ ഒരുമിപ്പിക്കൽ എന്താണ്? സുന്നത്താണ്. എന്തുകൊണ്ട് ജംഅ് ചെയ്യണം? ബി സലാസി ഖുറഫിൻ, 3 കോരൽ കൊണ്ട്. അപ്പൊ 3 കോരൽ വെള്ളം നമ്മളിങ്ങനെ എടുത്തിട്ട് വായിലേക്കും മൂക്കിലേക്കും ഒരുപോലെ ആക്കുക, ഇങ്ങനെ ആക്കുക. പക്ഷെ ഇവിടെ ചിലപ്പോൾ ചിലവരൊക്കെ കാണാൻ ഉളു എടുക്കാനിരിക്കുമ്പോൾ അങ്ങനെ വെള്ളം അങ്ങനെ കൊണ്ടുപോയിട്ട് വിരലൊക്കെ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ശരിക്കും ചാവിട്ട് തിരിക്കും പോലെ തിരിക്കുന്നതാണ്. അങ്ങനെ സുന്നത്തില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല. അത് വേണ്ട. ഇത്രയേ ഉള്ളൂ വേണ്ട. ഒരു മൂക്കിലേക്ക് തന്നെ വെള്ളം ഇങ്ങനെ കയറ്റുക, ഇങ്ങനെ ചീറ്റുകയും ചെയ്യുക, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പിന്നെ വിരലിട്ടിട്ട് മൂക്കിലേക്കോ അല്ലെങ്കിൽ വായിലേക്ക് ബ്രഷ് ചെയ്യും പോലെ വായിലേക്ക് വെള്ളം കയറ്റി പിന്നെ വിരലിട്ടിട്ട് ഇങ്ങനെ പല്ല് തേക്കണം മാരിയൊക്കെ കാണിക്കല് കുറച്ചൊരു മുബാലകത്ത് കൂടുക. പൂച്ചനെ പൂശ എന്ന് പറയും പോലെ ഒന്ന് നന്നാക്കണം. ആ നന്നാക്കൽ അവിടെ പറഞ്ഞിട്ടില്ല. ഇത്രയേ ആവശ്യമുള്ളൂ എന്നാണ്. അത് കൂടുതലും കാണുന്നത് ചിലപ്പോൾ സ്ത്രീകളിൽ നിന്നാവാനും സാധ്യത കൂടുതൽ ഉണ്ട് എന്ന് ചിലപ്പോഴൊക്കെ പിന്നെ ചില ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾ ആ നിലയ്ക്ക് കാണിക്കുന്നതാണ്. അപ്പൊ ഇത് എവിടെ നിന്ന് പഠിച്ചു എന്ന് വെച്ചാൽ ഉമ്മാന്റെ നിന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്നെ അനുഭവം ഉണ്ട്. അപ്പൊ അത് വേണ്ട, അത് സുന്നത്തില്ല. ഇത്രയേ ഉള്ളൂ സുന്നത്ത്. അപ്പൊ യുസന്നു ജംഉഹുമ, ഇവ രണ്ടിനെയും ജംഅ് ചെയ്യൽ സുന്നത്താണ്. എന്തുകൊണ്ട് ജംഅ് ചെയ്യണം? ബി സലാസി ഖുറഫിൻ, 3 കോരൽ കൊണ്ട്. അപ്പൊ യത്മദ്മദു സുമ്മ യസ്തൻഷിഖു, ആദ്യം മദ്മദത്ത് പിന്നെ ഏതാണ്? ഇസ്തിൻഷാഖ്. മിൻ കുല്ലി മിൻഹുമ, ഈ രണ്ടിൽ നിന്നുള്ള ഈ ഖുറഫിൽ നിന്നുള്ള എല്ലാ ഓരോന്നിൽ നിന്നും ഇസ്തിൻഷാഖും മദ്മദത്തും ചെയ്യുക എന്നതാണ് സുന്നത്ത് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നത്തെ സുന്നത്ത് ഒന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ സുന്നത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. നാട്ടിലെ അതുകൊണ്ട് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ എടുക്കാൻ പറ്റാതെ വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ എടുക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.